ഇന്നിപ്പോൾ ബർത്ത്ഡേ അനുബന്ധിച്ച് ഇന്നത്തെ ബർത്ത്ഡേൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ കളി തുടങ്ങിയ ദിവസവും എൻ്റെ ബർത്ത്ഡേ ജന്മദിവസം ഒരേ ദിവസമാണ്. ഞാൻ 2006 ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് ക്ലാസ്സിൽ മാർഷൽ ആർട്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ദിവസവും എൻ്റെ ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ്. അപ്പോൾ എല്ലാ ബർത്ത്ഡേ സമയത്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ വന്ന വഴികളൊക്കെ ഓർക്കുന്ന പോലെ കുറേ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പോർട്സിലേക്കുള്ള ചാരിറ്റി പോലത്തെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ കെമ്പോ ഫിറ്റ്നസ് ക്ലബിൻ്റെ നമ്മളെ പാർട്ട്ണർമാർ എല്ലാവരും കൂടി കൂടിയിട്ട് തീരുമാനം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം അതാണ് ഞങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വർഷത്തെ ബർത്ത്ഡേൻ്റെ പ്രത്യേകത നമ്മൾ ഈ വർഷം 100 കുട്ടികൾക്ക്, അതായത് മാങ്കാവ് ക്ലബിൻ്റെ 3 കിലോമീറ്റർ ചുറ്റുപതിയുള്ള 100 സ്കൂൾ വിദ്യാർത്ഥി 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 100 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ ഒരു വർഷത്തെ ട്രെയിനിങ്ങും പ്ലസ് അതോടുകൂടെ അവർക്ക് കളിക്കാൻ വേണ്ട എക്യുപ്മെൻറ്റ്സ്, അതേപോലെ യൂണിഫോം, ഇതൊക്കെ സൗജന്യമായിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് 100 കുട്ടികൾക്ക്. അത് ഇതിൻ്റെ ഫസ്റ്റത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതേ 3 കിലോമീറ്റർ ചുറ്റുപതിയുള്ള 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50 ആളുകൾക്ക് സൗജന്യമായ ഒരു വർഷത്തെ യോഗ ട്രെയിനിങ്ങും യോഗ മാറ്റും യോഗേൻ്റെ യൂണിഫോമും ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇപ്പം നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ മാസം ഡിസംബർ 10 വരെയുള്ളിൽ ഇത് എല്ലാ റെസിഡൻസും നമ്മളെ 3 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ റെസിഡൻസും നമ്മൾ കത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കുട്ടികളെ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാതെ കറക്റ്റ് അർഹതപ്പെട്ട കുട്ടികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഞങ്ങളെ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ഈ 100 കുട്ടികളിന് ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യുന്ന 20 കുട്ടികൾക്ക് സ്റ്റേറ്റ് നാഷണൽ പോകാനുള്ള എല്ലാ ഫണ്ടും, അതായത് പേരൻസിന് ഒരു പൈസ പോലും എടുക്കാതെ 20 കുട്ടികൾക്ക് എല്ലാ ഫണ്ടും ക്ലബാണ് ചെയ്യുന്നത്. സ്കോളർഷിപ്പ് വീണ്ടും ഒരു വർഷത്തെ സ്കോളർഷിപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിവുള്ള കുട്ടികളൊക്കെ പേരൻസിൻ്റെ റെസിഡൻസിനൊക്കെ എല്ലാ ആളുകളും യുവജന സംഘടനകളും എല്ലാവരും ഹെൽപ്പും വേണം ഇതിന് വേണ്ടിയിട്ട്. എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന് തരിക. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ നല്ലൊരു ഭാവി വെച്ചിട്ട് ആ റെസിഡൻസിൻ്റെ അറിയപ്പെടുന്ന ആ കുട്ടിയിലൂടെ ആ റെസിഡൻസും കൂടി അറിയപ്പെടുന്ന രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക കുട്ടികളെ. അപ്പോൾ എല്ലാവരും സഹായ സഹകരണം ഉണ്ടാകുന്ന പ്രതീക്ഷ ഞാൻ നിർത്തുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാ റെസിഡൻസിനും കൊടുക്കാനുള്ള ലെറ്ററാണ്. ഈ ലെറ്ററിൻ്റെത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ 2 പേജ് ലെറ്ററാണ്. ഈ ലെറ്ററിൽ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ നിബന്ധനകളും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഈ ലെറ്ററിൻ്റെ അകത്ത്. അത് നമ്മൾ മാങ്കാവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കിലോമീറ്റർ ചുറ്റുപറ്റിയുള്ള എല്ലാ റെസിഡൻസും നമ്മൾ ഈ ലെറ്റർ അവർക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടികളുടെ പേര് ഞങ്ങൾക്ക് തരിക. അടുത്ത മാസം 10 തീയതിക്കുള്ളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ.